കാലവർഷത്തിനൊപ്പം കേരള തീരത്ത് വമ്പൻ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സമാനമായിട്ടുള്ള സ്വെൽ തിരമാലകൾ 4 മീറ്ററോളം ഉയരത്തിൽ വീശിയടിച്ചേക്കും. മത്സ്യത്തൊഴിലാളികൾ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. കാലവർഷം കേരള തീരത്ത് പെയ്തു തുടങ്ങാൻ പോവുകയാണ്. ഇത്തവണ തീരദേശം കരുതിയിരിക്കണം. കടൽ ശാന്തമായിരിക്കില്ല. സംസ്ഥാനത്താകെ കേരള തീരത്ത് ശക്തമായ തിരമാലകളും കടലേറ്റവും ഉണ്ടാകുമെന്നാണ് സമുദ്ര ഗവേഷണ സ്ഥാപനമായ ഇൻകോയിസിന്റെ വിലയിരുത്തൽ. ശക്തമായ കാറ്റും കനത്ത മഴയും വലിയ തിരമാലകളും ഉണ്ടാകുമ്പോൾ തീരശോഷണത്തിന് സാധ്യതയുണ്ട്. പണ്ടൊക്കെ ഒരു കൃത്യ സമയം ഉണ്ടായിരുന്നു കടലേറ്റം, കടലിൽ പോകുന്ന സമയം. പക്ഷേ ഇപ്പോഴും എല്ലാം താളം തെറ്റിയുള്ള ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരിക്കും കടലേറ്റം ഉണ്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകും. ഇത് കടക്കട സമയത്ത് വരെയുള്ള സംഭവമാണ് ഇപ്പോഴും നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഏകദേശം 2-3 വരി വീടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പണ്ട്. ഈ പെട്ടെന്നുള്ള കടലേറ്റം കാരണമാണ് വീടുകളെല്ലാം ഇങ്ങനെ പോയത്. സ്വെൽ തിരകൾ എന്നറിയപ്പെടുന്ന വമ്പൻ തിരമാലകൾ തീരദേശ മേഖലകളിൽ ആശങ്ക ഉയർത്തുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ തിരയടിച്ചു കയറി വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടൽ തീരത്ത് താമസിക്കുന്നവരും ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും സൂക്ഷിക്കണം. നാളെ മുതൽ 3 ദിവസം തിരമാലകൾ 4 മീറ്ററോളം ഉയരത്തിൽ വീശിയടിച്ചേക്കാൻ സാധ്യതയുണ്ട്. തിരമാലകൾക്കൊപ്പമുണ്ടാകുന്ന ചുഴികളിൽപ്പെട്ട് വള്ളങ്ങളും ബോട്ടുകളും കടലിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടത്തിനും സാധ്യതയുണ്ട്. വേനൽമഴ ഇത്തവണ സജീവമായി പെയ്തെങ്കിലും ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ 8% കുറവാണ് ഇതുവരെ. കാലവർഷം ഇത്തവണ തുടക്കത്തിലെ ദുർബലമാകാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ബിജു VS-നൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.